ഹായ് ഗായ്സ്, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ മാച്ച് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്ട് എ ഡിസാസ്ട്രസ് മാച്ച് ഇറ്റ് വാസ്. 90 മിനിറ്റും ഫുള്ള് കണ്ടവരെ സമ്മതിക്കണം. ബീങ് എ ബ്ലാസ്റ്റേഴ്സ് ഫാൻ ആസ് എ കേഴ്സ്. ഈ പ്ലേയേഴ്സിന് ടീമിനോടും ഫാൻസിനോടും ഒരു കമ്മിറ്റ്മെന്റ് പോലുമില്ല. സമരത്തിന് ബംഗാളിനെ കൊണ്ടുപോകുന്ന പോലെ ബാഗാനെതിരെ കളിക്കാൻ കൊണ്ടുപോയ വെറും 11 എണ്ണം അതായിരുന്നു നമ്മുടെ പ്ലേയിങ് 11. നമ്മൾ ബാഗാനെതിരെയുള്ള മാച്ച് ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞു കാണുമ്പോൾ ഈ മാനേജ്മെന്റ് ഇതിനെ കോമഡി ആയിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇത്രയും പൊട്ട പ്ലേയിങ് 11നെ ഇറക്കുമോ? ഇത്രയും ഇമ്പോർട്ടന്റ് മാച്ചിലാണോ എബിൻ ദാസിനെ പോലുള്ള ISL കളിക്കാത്ത പ്ലെയറിന് ഡബിയോ കൊടുക്കുന്നത്? റൗളിനെ ഒന്നും കാണാൻ പോലും ഇല്ലായിരുന്നു. വെറും പറ്റിക്കൽ സൈനിങ് ആണെന്ന് തോന്നുന്നു ഇതെല്ലാം. നമ്മുടെ മിഡ്ഫീൽഡിൽ എപ്പോഴും ധാരാളം സ്പേസ് ഉണ്ടായിരുന്നു. അവർ എപ്പോഴും അവിടെ നിന്ന് ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 23 ഷോട്ട്സ് ആണ് അവർ എടുത്തത്, നമ്മൾ വെറും 3 എണ്ണം. അതിനു പ്രധാന കാരണം ആ റൗളിന്റെ ലാക്ക് ഓഫ് അവയർനെസ് ആൻഡ് സ്ലോ റിയാക്ഷൻ. റൗളിൻ ഇപ്പോൾ വെറും സ്ലോപ്പി പ്ലേ ആണ്. എബിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. കളിയിൽ കണ്ടാലല്ലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. ഡാനിഷ് ഗെയിമിൽ ഫുൾ ആക്റ്റീവ് ആയിരുന്നു, പക്ഷേ പ്രത്യേകിച്ചൊരു ഗുണവും ഇല്ലായിരുന്നു. ആൻഡ് പ്രോഡക്റ്റ് നൽകുന്നതിൽ എപ്പോഴും പുള്ളി ഒരു പരാജയമാണ്. ബട്ട് ഹിസ് കമ്മിറ്റ്മെന്റ് ടോപ്പ് ലെവൽ. നമ്മുടെ ടീം ഒരു ചിറകില്ലാത്ത പക്ഷിയാണ്. ഒരു നല്ല ക്രോസ് പോലുമില്ലായിരുന്നു, എന്നാൽ ബാഗാനെ ക്രോസ് ചെയ്യാൻ അവർ നല്ലപോലെ സഹായിച്ചു. സഹീഫ് ആൻഡ് ഐബാൻ ഇന്ന് നടത്തിയത് അറ്റർ വേഴ്സ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. സഹീഫ് ഡിഫെൻസീവ്ലി ഭയങ്കര വീക്കാണ്. ഭൂരിഭാഗം എല്ലാ അറ്റാക്കും സഹീഫിന്റെ സൈഡിലൂടെയാണ് വന്നത്. ഗോൾ വന്നതും സഹീഫിന്റെ മിസ്റ്റേക്ക് കാരണം ലെഫ്റ്റ് വിങ്ങിലൂടെയാണ്. അതിലും വലിയ വിപത്താണ് പിന്നീട് വന്നത്. നവോച്ച ഡേഞ്ചറസ് ഏരിയയിൽ നിന്നാണ് നവോച്ച ഫൗൾ നടത്തുന്നത്, അതുവഴി ഒരു ഗോളും കിട്ടി അവസാനം. താരതമ്യേന ഇന്ന് നല്ല പ്രകടനം നടത്തിയവരിൽ ഒരാളാണ് സച്ചിൻ. ഡിഫൻസിന്റെ സഹായം കൊണ്ട് 5 സേവ്സ് ഉണ്ട് സച്ചിന്. പക്ഷേ ഇപ്പോഴും ബോൾ കളക്ഷനിൽ പ്രോബ്ലം ഉണ്ട്. ഫ്യൂച്ചറിൽ പിന്നെയും ബ്ലണ്ടർ വരുത്താൻ സാധ്യതയുണ്ട്. കളക്ടീവ് ഡിഫെൻഡിംഗിൽ വീക്ക് ആയിരുന്നുവെങ്കിലും ഇൻഡിവിജ്വൽ ഡിഫെൻഡിംഗ് ബെറ്റർ ആയിരുന്നു. അതിനു പ്രധാന കാരണം ബിഗാഷ് ആൻഡ് ഒമർ ആണ്. അവരുടെ കോംബോ പതിയെ സെറ്റ് ആയി വരുന്നുണ്ട്. പക്ഷേ ഒമർ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നില്ല, അതാണ് പ്രോബ്ലം. അറ്റാക്കിംഗ് സൈഡിനെ കുറിച്ച് പറഞ്ഞാൽ നിഹാൽ ഉണ്ടാക്കിയ റേറസ്റ്റ് ഓഫ് റേർ ആയ ഒരു ചാൻസ് ഈസിയായി നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് ആയ എബിൻ നശിപ്പിച്ചു. കോറു ആൻഡ് നിഹാൽ ഇന്ന് ഭയങ്കര റെസ്റ്റി ആയിരുന്നു. ഇനി കൂടുതൽ മാച്ച് ടൈം കിട്ടുമ്പോൾ റെഡിയാകും. മിനിമം അവർ എഫേർട്ട് എങ്കിലും ഇട്ടല്ലോ. കോറു ആൻഡ് ആൽബർട്ടോ ബാറ്റിൽസ് കാണാൻ നല്ല രസമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കെവിന്റെ വരവിന് ശേഷമാണ് കളി ഒന്ന് ചൂടായത്. നോയെ പോലെ ഫാൻസിന്റെ അട്രാക്ഷൻ പിടിച്ചെടുക്കാൻ കഴിവുണ്ട്, ബട്ട് അത് ഗോളിലേക്ക് വരുമോ എന്ന് കണ്ടറിയാം. വ്യക്തനെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്ന പോലുമില്ല. ഷോട്ട് എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചാൻസ് പോലും കിട്ടിയില്ല. നമ്മുടെ ഫൈനൽ തേർഡ് എൻട്രി വളരെ കുറവാണ്. അവർ 24 ക്രോസ് ചെയ്തപ്പോൾ നമ്മൾ 9 എണ്ണമാണ് ചെയ്തത്. പിന്നെ എങ്ങനെ ഗോൾ കിട്ടും? എന്തെല്ലാം പറഞ്ഞാലും നമ്മൾ ഒരു കാര്യത്തിൽ മുന്നിലാണ്, ഫൗൾ ചെയ്യാൻ. ഗായ്സ്, നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഈ മാച്ച്? കൊമെന്റ് ബിലോ.